ചാന്ദ്രദിന ക്വിസ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 21. നാം അധിവസിക്കുന്ന ഗ്രഹം ഏതാണ്? ഭൂമി. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ചന്ദ്രൻ. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം എത്ര? 3,84,404 കിലോമീറ്റർ. ഭൂമി സ്വയം കറങ്ങാനെടുക്കുന്ന സമയം എത്ര? 24 മണിക്കൂർ. ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? സെലനോളജി. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? സിലിക്കൺ. ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്ര? 1.3 സെക്കൻഡ്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റാനെടുക്കുന്ന സമയം എത്ര? 27 ദിവസം 7 മണിക്കൂർ 43 മിനിറ്റ്. ചന്ദ്രനിൽ വസ്തുക്കളുടെ ഭാരം എത്ര? ഭൂമിയിൽ അനുഭവപ്പെടുന്നതിന്റെ 1/6. ഒരു മാസത്തിൽ രണ്ടാമതായി കാണപ്പെടുന്ന ചന്ദ്രന് പറയുന്ന പേര്? ബ്ലൂ മൂൺ, നീലചന്ദ്രൻ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 ജൂലൈ 21. മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച വാഹനം ഏത്? അപ്പോളോ 11. ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ മനുഷ്യൻ ആര്? നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ്ങിനോടൊപ്പം ചന്ദ്രനിലിറങ്ങിയ ആളാര്? എഡ്വിൻ ആൾഡ്രിൻ. അപ്പോളോ 11-ലുണ്ടായിരുന്ന മൂന്നാമൻ ആര്? മൈക്കിൾ കോളിൻസ്. ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയുടെ പേരെന്താണ്? ചാന്ദ്രയാൻ. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകം ഏത്? ലൂണ 1. ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ പരിപാടിയുടെ പേര്? മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ആര്യഭട്ട. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? എഡ്യൂസാറ്റ്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആര്? യൂറി ഗഗാറിൻ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വനിത ആര്? വാലന്റീന തെരഷ്കോവ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ ആര്? രാകേഷ് ശർമ്മ. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ഏത്? ലൈക്ക എന്ന പട്ടി. ഇന്ത്യൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേര്? ISRO. ലോകത്തിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? സ്പുട്നിക് 1. അമേരിക്കൻ ബഹിരാകാശ പര്യവേഷണ ഏജൻസിയുടെ പേര്? നാസ. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേര്? ആസ്ട്രോനട്സ്. റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേരെന്ത്? കോസ്മോനട്സ്. ഭൂമി സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം എത്ര? 365.25 ദിവസം. സൂര്യനും അതിനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ഉൾപ്പെടുന്ന കുടുംബത്തിന് പറയുന്ന പേര്? സൗരയൂഥം. സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏത്? സൂര്യൻ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്ര? 15 കോടി കിലോമീറ്റർ. സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താനെടുക്കുന്ന സമയം എത്ര? 8 മിനിറ്റ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏത്? സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ചൊവ്വ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ബുധൻ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? നെപ്റ്റ്യൂൺ. ഏറ്റവും വലിയ ഗ്രഹം ഏത്? വ്യാഴം. വലയങ്ങളുള്ള ഗ്രഹം ഏത്? ശനി. തിളക്കമുള്ള ഗ്രഹം ഏത്? ശുക്രൻ. ചുവന്ന ഗ്രഹം ഏത്? ചൊവ്വ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഒളിമ്പസ് മോണോസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ചൊവ്വ. സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏത്? പ്ലൂട്ടോ. ചന്ദ്രന്റെ പ്രകാശത്തിന് കാരണം എന്താണ്? സൂര്യന്റെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ട്. നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം പറയുന്ന യൂണിറ്റ് ഏത്? പ്രകാശവർഷം. ചന്ദ്രനിലിറങ്ങിയ ആദ്യ പേടകം ഏത്? ലൂണ 9. ചന്ദ്രനിൽ ആദ്യമായി വാഹനം ഓടിച്ചതാരാണ്? ജെയിംസ് എർവിൻ. ജെയിംസ് എർവിൻ ചന്ദ്രനിലൂടെ ഓടിച്ച വാഹനത്തിന്റെ പേരെന്ത്? റോവർ. മനുഷ്യനില്ലാതെ ചന്ദ്രനിൽ നിന്നും പാറക്കഷ്ണം കൊണ്ടുവന്ന വാഹനത്തിന്റെ പേര്? ലൂണ 16. ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്? കാൾ സാഗൻ. ബഹിരാകാശത്ത് ആദ്യമായി നടന്ന ആളാര്? അലക്സി ലിയനോവ്. യൂറി ഗഗാറിൻ സഞ്ചരിച്ച വാഹനത്തിന്റെ പേരെന്താണ്? വോസ്റ്റോക്ക് 1. ചന്ദ്രനെ ആദ്യമായി വലം വെച്ച ഉപഗ്രഹം ഏത്? ലൂണ 10. ചന്ദ്രൻ സ്വയം തിരിയാനെടുക്കുന്ന സമയം എത്ര? 27.5 ദിവസം. അമേരിക്കയുടെ ചാന്ദ്ര ഗവേഷണ പദ്ധതിയുടെ പേര്? അപ്പോളോ മിഷൻ. കറുത്ത വാവിനും വെളുത്ത വാവിനും ഇടയിലുള്ള ദിവസങ്ങൾ എത്ര? 14 ദിവസം. ലൈറ്റ് സഞ്ചരിച്ച വാഹനത്തിന്റെ പേരെന്ത്? സ്പുട്നിക് 2.
ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? കൽപ്പന ചൗള. ബഹിരാകാശത്ത് കൂടുതൽ കാലം താമസിച്ച ഇന്ത്യൻ വനിത ആര്? സുനിത വില്യംസ്. കൊളംബിയ ബഹിരാകാശ വാഹനം തകർന്ന് കൊല്ലപ്പെട്ട വനിതാ ബഹിരാകാശ സഞ്ചാരി ആര്? കൽപ്പന ചൗള. ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണിക്കുന്ന ഉപകരണം ഏത്? ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? ഹാൻസ് ലിപ്പേർഷ്യ. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ആര്? ഗലീലിയോ ഗലീലി. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ? ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ട. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ? തൂബ. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര്? വിക്രം സാരാഭായ്. ശാസ്ത്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.